പാട്ട് അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജു എബ്രഹാം അടക്കം അതിൽ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ഈ പാട്ട് മതനിന്ദയാണ്, അതല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്നൊക്കെയുള്ള വാദം പരിഹാസ്യമാണ്. കാരണം ഈ സ്വാമിയെ അയ്യപ്പോ എന്ന പാട്ടിന് തന്നെ പല പാരഡികൾ ഇറങ്ങിയിട്ടുണ്ട്. കലാഭവൻ മണിയും നാദിർഷയും കൂടി കൈരളി ടി വിയിൽ മന്ത്രിയെ പയ്യപ്പോ എന്ന് പറയുന്ന പാട്ട് പാടുന്നത് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിന് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ LDFകാർ ഇതേ പാട്ടിൻ്റെ പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട്. KMCC ആണപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഈ പാട്ട് ഏതെങ്കിലും തരത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുമെന്നോ അയ്യപ്പ വിശ്വാസികളെ അവഹേളിച്ചു എന്നോ ഒന്നും പറയുന്നതിൽ ഒരു കഥയുമില്ല. വളരെ വളരെ ദുർബലമായിട്ടുള്ള ഒരു വാദമാണ്. ഈ പാട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രകോപനമാണ് ഇപ്പോൾ CPM നേതാക്കളെ കൊണ്ടും കൂടി ഇങ്ങനെ പറയുന്നത്. പക്ഷേ CPM ഔദ്യോഗികമായ പരാതിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഈ നിമിഷം വരെ എന്നാണ് ഞാൻ അറിഞ്ഞത്. അടുത്ത നിമിഷം എന്താവുമെന്ന് അറിയില്ല. അവരൊരു നിലപാടെടുത്തിട്ടില്ല. ഈ പരാതി ഇത് കേസെടുക്കപ്പെടേണ്ടതാണെന്ന മട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഈ നിമിഷം വരെ നമുക്കറിയില്ല. ഇതിപ്പോൾ ഒരു മഹത്തായ പാട്ടൊന്നുമല്ല, ഇതൊരു സാധാരണ പാരഡി ഗാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ നിരന്തരമായി എല്ലായിടത്തും ഉണ്ടാവുന്ന പാരഡി പാട്ടുകളാണ്. അതിൻ്റെ ആ നിസ്സാരതയിൽ ഉപേക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിനെ ഒരു വലിയ സ്റ്റേറ്റ് വൈഡ് വിഷയമാക്കിയോ ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാക്കിയോ ഒന്നും മാത്രമല്ല കാര്യമേ ഇല്ല. എഴുതിയ ആളുടെ ജാതി വരെ വെച്ചുകൊണ്ട് സൈബർ അറ്റാക്കിംഗ് പലരോടിൽ നിന്നും നടക്കുന്നുണ്ട്. കാരണം അതൊരിക്കലും അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം സംസാരിച്ചു. അദ്ദേഹം ഒരു ആസൂത്രിതമായോ ഒരു ഗൂഢ നീക്കത്തിന്റെ ഭാഗമോ അല്ല എഴുതിയത്. കാരണം 600ാമത്തെ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ. ആ 600ാമത്തെ ഗാനം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ സാന്ദർഭികമായി തോന്നിയ കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹം വരികളിൽ അഭിലാഷിന് കാണുമ്പോൾ അറിയുള്ളൂ. അവിടെ ഏതെങ്കിലും തരത്തിലൊരു വികാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ട് ഇവിടെയും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള പ്രചരണം അതിന് ഒരു പക്ഷേ CPM കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ നേതാക്കളോ പോട്ടെ ആരുടെ ഒരു ഔദ്യോഗികമായിട്ട് ഒരു നിലപാട് പറഞ്ഞില്ലെങ്കിൽ കൂടി ഇപ്പോഴേ തന്നെ അതിനകത്തൊരു അങ്ങനെ ഒരു സമീപനമോ അല്ലെങ്കിൽ ഒരു ബുള്ളിങ് ഒക്കെ നടത്തുന്നത് ശരിയാണോ? അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിരവധി പാരഡി ഗാനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. നിരവധി പാരഡി ഗാനങ്ങൾ. അത് പോപ്പുലറായിട്ടുള്ള സിനിമാ ഗാനങ്ങളുടെ പാരഡി ഉണ്ടാവും, മറ്റ് നാടക ഗാനങ്ങളുടെ പോപ്പുലറായിട്ടുള്ള പാട്ടുകളുടെയൊക്കെ പാരഡി ഉണ്ടാവും. അതുപോലെ ഒരു പാരഡി പാട്ടാണിത്. ഇതൊരു മഹത്തായ കലാസൃഷ്ടിയോ രചനയോ ഒന്നുമല്ല. എന്ന് മാത്രമല്ല അതിലെ പല വരികളും ഇപ്പോൾ അമ്മിണിമാരെ കയറ്റി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയത് വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള വരികളാണ്. സത്യത്തിൽ ഇതൊരു നിലവാരമില്ലാത്ത പാരഡി ഗാനം മാത്രമാണ്. ഇതിനെ ഈ വലിയൊരു സംഭവമായി ചിത്രീകരിച്ച് കേസ് എന്തോ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെയുള്ള മട്ടിലുള്ള ഒരു തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടാക്കുന്നൊന്നും സമൂഹത്തിന് ഗുണം ചെയ്യില്ല. ഇപ്പോൾ നേരത്തെ പ്രതീക്ഷ പറഞ്ഞതുപോലെ ഇത് എഴുതിയ ആൾ ഒരു മുസ്ലിം നാമധാരിയാണ് അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് പരോക്ഷമായിട്ടെങ്കിലും സൂചിപ്പിച്ചുകൊണ്ട് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് മഹാമോശമാണ്. ഇതിനെ അങ്ങനെ കാണേണ്ട ഒരു വിഷയമല്ല. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDFന് ഉണ്ടായിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത് നിരവധി വിഷയങ്ങളുടെ പ്രതിഫലനമായി സർക്കാരിനോടുള്ള വിപ്രതിപത്തി എന്നുള്ള നിലയിൽ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് UDFനെ വിജയിപ്പിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ UDF നേതാക്കൾ ഇത് ശബരിമലയുടെ മാത്രം ഉപോൽപ്പന്നമാണ് ഈ വിജയം എന്നുള്ള ചിത്രീകരിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ ഈ പാട്ടിനെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മൂന്നാംകിട പാരഡി ഗാനമാണ്. ഈ പാട്ടിനെ ഇപ്പോൾ ചണ്ടാല ഭിക്ഷുകിയോ അല്ലെങ്കിൽ ചിന്താവിഷ്ടയായ സീതയോ ഒന്നും അല്ലല്ലോ. പാർലമെന്റിലെ MPമാരെല്ലാം കൂടി നിന്ന് പാടാൻ മാത്രമുള്ള ഏതെങ്കിലും കണ്ടന്റ് ഇതിലില്ല. ഇപ്പോൾ വിഷ്ണുനാഥ് ഇത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നമ്മുടെ മൈക്കുകൾക്ക് മുമ്പിൽ നിന്ന് പാടുന്നു, പിന്നെ MPമാർ ഇത് പാർലമെന്റിന് മുമ്പിൽ നിന്ന് പാടുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഒരു പാർലമെന്റ് അംഗങ്ങളൊക്കെ കുറെ കൂടി ഗൗരവത്തിൽ അല്ലേ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത്. സ്വർണ്ണക്കൊള്ള നിശ്ചയമായും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയമാണ്. അതിന്റെ ഗൗരവം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതില്ലാതെ വെറുതെ ഇതൊരു സാധാരണ പാരഡി പാട്ടാണ്. ഈ പാട്ടിനെ രണ്ട് രീതിയിലും ഇത് മഹത്തായ എന്തോ കലാസൃഷ്ടിയാണെന്നുള്ള മട്ടിലോ അതല്ലെങ്കിൽ ഇത് കേസെടുക്കേണ്ട എന്തോ വലിയ പാതകമാണെന്ന മട്ടിലോ കാണുന്നതിൽ ഒരു കഥയുമില്ല. അല്ല, ഞാനത് പറയാൻ കാര്യം ഒന്ന്, ഇന്നലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഇന്ന് CPM സംസ്ഥാന സമിതി അംഗം അനിൽകുമാറും പറയുകയാണ് ഇതിൽ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞത് ഈ വരികൾ ഉണ്ടാക്കുന്ന ഒരു പ്രകോപനം ഉണ്ടല്ലോ. അതായത് ഈ സ്വർണ്ണപ്പാളി വളരെ ആസൂത്രിതമായി ചെവികളിലേക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ മോഷ്ടിച്ചു എന്ന മട്ടിലൊരു പോപ്പുലറായ പാട്ട് വരുന്നത്. ഇത് പോപ്പുലർ ആവുന്നത് ഇപ്പോൾ അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പിലൊരു അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ വെറുതെ വെച്ചുകൊണ്ട് പോയാൽ അവിടെയല്ലേ കേൾക്കൂ. ഇതിപ്പോൾ സംസ്ഥാന വ്യാപകമായി ആളുകൾ പാടുന്ന വിധത്തിലേക്ക് ഇത് പോപ്പുലറായതിൻ്റെ ഒരു പ്രകോപനമാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ CPM നേതാക്കൾ അതുപോലെ തന്നെ അവരോട് ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഇത് ഒരു മതനിന്ദാ പ്രശ്നമായിട്ടോ അതല്ലെങ്കിൽ വികാരം വ്രണപ്പെടുന്ന പ്രശ്നമായിട്ടോ ഒന്നുമല്ല അവതരിപ്പിക്കേണ്ടത്. അത് വളരെ മോശമാണ്. സമൂഹത്തിൽ മോശമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഒരു തരത്തിലുള്ള സാമൂഹ്യ ധ്രുവീകരണവും ഉണ്ടാവാതെ പ്രതികരണം നടത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട്
ഈ നേതാക്കന്മാർ ചോദിക്കേണ്ട ഈ ലോഹം മാറ്റിയത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അത് നിങ്ങൾ സഖാക്കളാണെന്ന് നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? എഴുത്തുകാരനോട് ഒരു പാട്ടല്ലേ അപ്പൊ അവര് തിരിച്ച് അങ്ങോട്ട് ആക്ഷേപഹാസ്യ ഗാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു പാട്ടല്ലേ, അതിനപ്പുറം ഇപ്പോൾ വസ്തുതാപരം ഇത് കോടതി രേഖയൊന്നുമല്ലല്ലോ, പാട്ടല്ലേ. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് ആ പാട്ടിനെ അത് വസ്തുതയല്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാം. പക്ഷെ അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതാണ്, ഇത് മതനിന്ദയാണ്, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതാണെന്നൊക്കെ പറയുന്നത് പോലീസ് നിലപാടെടുക്കാനാണ് സാധ്യത, അല്ലെ ചെയ്യേണ്ട ഒരു ഇതിന്റെ പ്രാഥമിക പരിശോധനയാണ് നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിൽ അവർ കാര്യമൊന്നും ഇല്ല എന്ന് കാണാനാണ് വഴി. കാരണം ഇതിൽ ഏതെങ്കിലും വരികൾ എടുത്തു വെച്ചിട്ട് വിശ്വാസികളെ ദ്രോഹിച്ചെന്നോ വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ അവഹേളിച്ചെന്നോ ധ്വംസിച്ചെന്നോ പറയാൻ പറ്റില്ല. ഇതിന്റെ വരികൾ ആ തരത്തിൽ വിശ്വാസ സംബന്ധിയായ എന്തെങ്കിലും കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങനെ മതപരമായ അവഹേളനം എന്ന കാര്യം പോലീസ് ഈ പാട്ടിനകത്ത് നോക്കിയാലും കാണാനുണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് 600, 700, 800 എത്രയോ പാരടി പാട്ടുകൾ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. അതൊക്കെ അതാത് സമയത്ത് വരുന്ന മനസ്സിൽ അങ്ങ് കുറിച്ചിടുന്ന സാധനമല്ലേ, ട്യൂൺ അനുസരിച്ച് പാടാനുള്ള സംഗതിയല്ലേ. അതിൽ വലിയ സാഹിത്യ ഗുണമോ മൂല്യമോ ഒന്നുമില്ല. പറഞ്ഞതുപോലെ ഓരോ വരികളും എടുത്ത് പരിശോധിക്കാനാണെങ്കിൽ അതിന് മാത്രമേ സമയം കാണുകയുള്ളൂ. എന്തായാലും അതാണ് നിലപാടതാണ്. അപ്പോൾ ഈ വരുന്ന രാഷ്ട്രീയപരമായിട്ട്, കാരണം ഈ വിഷയങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോൾ ഈ നേതാക്കളിലേക്ക് പ്രതികരണങ്ങൾ വളരെ അവധാനതയോടു കൂടി ആയിരിക്കണം. അപ്പോൾ ഇതിനൊന്നും ഒരു ചെവി കൊടുക്കുകയോ മുഖം കൊടുക്കുകയോ അരുത് എന്നാണ് പറയാനുള്ളത്.